ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ്സ് ആണ്. ബീഫ് കട്ട്ലറ്റ്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് എപ്പോഴും നന്നായിട്ട് വരാറുണ്ട് കേട്ടോ. നിങ്ങൾ ഈ റമദാൻ ഇഫ്താർ ഐറ്റമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വേഗം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഏറ്റവും ആദ്യം ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്ന കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് ഇതിനു വേണ്ടി 500 ഗ്രാം നല്ല വലിയ ക്യൂബ്സ് ബോൺലെസ് ബീഫ് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് പ്രഷർ കുക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇനി സ്പൈസസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കാറ്. 1 ടീസ്പൂൺ നല്ല നാടൻ ഗരം മസാല. ഞാനിതിൻ്റെ നല്ലൊരു റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ബീഫിൽ പുരട്ടി വയ്ക്കാം. പറ്റുകയാണെങ്കിൽ ഒരു 20-30 മിനിറ്റ് ഒന്ന് വെച്ചാലും നല്ലതാണ്, പക്ഷെ നിർബന്ധമില്ല. എന്നിട്ട് കുക്ക് ചെയ്യാൻ നേരത്ത് 1/2 കപ്പ് വെള്ളം ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പ്രഷർ കുക്കറിൽ നമുക്ക് ഇത് പാകത്തിന് വേവാവുന്ന വരെ വേവിച്ചെടുക്കാം. ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് നന്നായി ചെറുതായി ചോപ്പ് ചെയ്ത് വെക്കണം. ഇതിനു വേണ്ടി 1/4 മുതൽ 1 കപ്പ് വരെ ചുവന്നുള്ളി കൊത്തിയരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോ ടേസ്റ്റിനനുസരിച്ച് പച്ചമുളക് അതും കൊത്തിയരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ കൊത്തിയരിഞ്ഞ ഫ്രഷ് മല്ലിയില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഒന്ന് ചോപ്പ് ചെയ്ത കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതെല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഒരു 10-12 വിസിൽ കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ബീഫ് അത്രയ്ക്കും വെന്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഇവിടെ കിട്ടുന്ന ബീഫ്. അപ്പോൾ ഒന്നും കൂടി ഒരു 2-3 സ്റ്റീമും കൂടി വേവിച്ചു. അപ്പോൾ കറക്റ്റായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. പക്ഷേ തീരെ അടി പിടിക്കരുത്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അടി പിടിച്ചാൽ ടേസ്റ്റ് മുഴുവൻ ചീത്തയായി പോകും നമ്മുടെ ബീഫ് കട്ട്ലറ്റ്സിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചാൽ മതി. അതുപോലെ തന്നെ പീസസ് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ ഇത്രയും വിസിൽ വേണ്ടി വരില്ല. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബീഫ്. അപ്പോൾ ആ പ്രഷർ കുക്കർ തന്നെ കഴുകി അതിലേക്ക് 4 വലിയ സൈസ് പൊട്ടാറ്റോസ് ഇതുപോലെ. അപ്പോൾ നിങ്ങളുടെ പൊട്ടാറ്റോസ് ചെറുതാണെങ്കിൽ കുറച്ച് കൂടുതൽ അളവെടുക്കാം. ഞാൻ നടുക്ക് കൂടി ഒരു നേരിയ വെട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടാറ്റോസിൻ്റെ തൊലിയുടെ മുകളിൽ കൂടി. അപ്പോൾ കുക്കായി കഴിയുമ്പോൾ എളുപ്പത്തിൽ പീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നല്ല വലിയ പൊട്ടാറ്റോസ് ആയതുകൊണ്ട് തന്നെ ഒരു 10 സ്റ്റീം വിസിലെടുത്തു ഒരു മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ ഈ തൊലി അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റി കിട്ടും. പിന്നെ ഈ തൊലിയോടുകൂടി തന്നെ വേവിക്കണതാണ് നല്ലത്. അപ്പോൾ പൊട്ടാറ്റോസിൻ്റെ ഉള്ളിൽ അത്ര വെള്ളം കയറില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. പിന്നെ കട്ട്ലറ്റിന് പൊട്ടാറ്റോസ് മാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും മിക്സിയിലോ ഒന്നും ഇട്ട് അരക്കരുത് കേട്ടോ. അപ്പോൾ ഒരുമാതിരി പശ പോലെ ആവും, കട്ട്ലറ്റ് നന്നാവില്ല. മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കല്ല് വെച്ചിട്ടോ ഒക്കെ മാഷ് ചെയ്തെടുക്കണം. ഫോർക്ക് വെച്ചിട്ടും പറ്റും. നന്നായി വെന്ത പൊട്ടാറ്റോസ് അല്ലേ, നല്ല ഫ്ലഫി ആയിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ബീഫ് ചൂടാറിയിട്ടുണ്ട്. ബീഫ് ചെറിയ മിക്സി ജാറിൽ ഒരു 3-4 ബാച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് നേരം കറക്കരുത്, അല്ലെങ്കിൽ പേസ്റ്റായി പോകും. ഇവിടെ ബീഫ് പേസ്റ്റ് ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ 4 ചെറിയ സോഫ്റ്റായിട്ട് ഒന്നിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് മസാലക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു വൈറ്റ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ടേസ്റ്റിന് നമുക്ക് പച്ചമുളകും കൂടി ചേർക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ചെറുതായിട്ടൊന്നൊരു കളറ് മാറി തുടങ്ങണ വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ ആവണ്ട. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. ഈ സമയത്ത് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. വീണ്ടും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ നാടൻ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. മസാലപ്പൊടികളുടെ ഒരു കുത്തുമണം ഒന്ന് മാറിയാൽ മതി. ഒരുപാട് നേരം വേണ്ട, സ്പൈസസിൻ്റെ മണം മാറിപ്പോവും. പിന്നെ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താം. കുറച്ചും കൂടി ഗരം മസാല ഇടാം, അല്ലെങ്കിൽ കുറച്ചും കൂടി പെരിഞ്ജീരകപ്പൊടി ഇടാം. ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയും എല്ലാം ഇതിൽ നന്നായിട്ട് പിടിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോസും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പൊട്ടാറ്റോസിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം, ബീഫും പൊട്ടാറ്റോസും. അപ്പോൾ ഇതിനു വേണ്ടി 2 വലിയ കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്യണതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നാറ്. ഇതുപോലെ മരത്തിൻ്റെ 2 എണ്ണം. ആ സമയത്ത് നമുക്ക് ഇതിൽ വലിയ പീസ് പൊട്ടാറ്റോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവും ഓരോന്ന്, അതും ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ബീഫിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ പൊട്ടാറ്റോസ് എടുക്കുമ്പോൾ മധുരമുള്ള ചില വെറൈറ്റി പൊട്ടാറ്റോസ് ഉണ്ട്, അത് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് പശയും കൂടുതലായിരിക്കും, ഒരു മധുരം ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഒരുവിധം മിക്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒന്നുകൂടി അതെല്ലാം കമ്പൈൻ ആവണ വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ട്ലറ്റിൻ്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കൈ കഴുകിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, ഒരു കട്ട്ലറ്റ് ഷേപ്പിൽ. അപ്പോൾ ഒരേ അളവിൽ കറക്റ്റ് ഒരേപോലത്തെ കട്ട്ലറ്റൊക്കെ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് മെഷറിങ് കപ്പിൽ വേണമെങ്കിൽ അളന്നെടുക്കാം. പക്ഷെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് കൈയിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഷേപ്പ് ചെയ്ത് നമുക്ക് കട്ട്ലറ്റ്സ് റെഡിയാക്കാം. കിച്ചൺ പേപ്പർ വെച്ച് ലൈൻ ചെയ്തൊരു ട്രേയിലേക്ക് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് മുട്ടയിലും ബ്രെഡിലും മുക്കാൻ നോക്കാം. ഏകദേശം 1 കപ്പ് ബ്രെഡ് ക്രംസ് ആദ്യം എടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പിന്നെയും എടുത്താൽ മതി. അപ്പോൾ വീട്ടിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനാണെങ്കിൽ വൈറ്റ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തത് ചൂടാറിയതിന് ശേഷം 2-3 ബ്രെഡ് മാത്രം മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കറക്കിയിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരുമിച്ച് എല്ലാം കൂടി ഇടാൻ നോക്കരുത്. ചെറിയ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും നന്നായിട്ട് കിട്ടുന്നത്. അതുപോലെ 1-2 മുട്ട ഒന്ന് അടിച്ചത്, ആദ്യം ഒരു എഗ്ഗ് എടുക്കാം. എന്നിട്ട് ഓരോ കട്ട്ലറ്റ് ഇതുപോലെ മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡിൽ മുക്കി കൊടുക്കാം. അപ്പോൾ ചിലർ ഫുൾ എഗ്ഗ് യൂസ് ചെയ്യുന്നതിന് പകരം എഗ്ഗ് വൈറ്റ് മാത്രം യൂസ് ചെയ്യും. അല്ലെങ്കിൽ എഗ്ഗ് മുഴുവനായിട്ട് ഒഴിവാക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മൈദയും വെള്ളവും മിക്സ് ചെയ്ത് ഒരു മിക്സ്ചർ ഉണ്ടാക്കിയാൽ മതി ഇതുപോലെ മുക്കിയെടുക്കാൻ. ഞാൻ മിക്കപ്പോഴും എഗ്ഗ് തന്നെയാണ് യൂസ് ചെയ്യാറ്. എനിക്ക് ഇങ്ങനെ എഗ്ഗിൻ്റെ മണമൊന്നും തീരെ വരാറില്ല. അപ്പോൾ ഇത് വേറെ ഒരു കിച്ചൺ പേപ്പർ ലൈൻ ചെയ്ത് ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇപ്പം നമുക്ക് ഫ്രീസ് ചെയ്യാം ഈ ട്രേയിൽ. എന്നിട്ട് ഫ്രോസൺ ആയതിനു ശേഷം ഒരുമിച്ച് ബാഗിലാക്കി വെക്കാം, പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ, ഷാലോ ഫ്രൈ ഒരു ബാച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിം, ഒരുപാട് ലോ ആക്കരുത്, ഇടയ്ക്കിടയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കൂട്ടി കൊടുക്കാം, കുറച്ച് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ഇതുപോലത്തെ സിസിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി ആ സൈഡ് റെഡി ആവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം. ആ കളറ് നോക്കിയിട്ടാണ് കുക്ക് ചെയ്യണത്. നല്ലൊരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരുപാട് ഡാർക്കും ആവണ്ട, മറ്റേ സൈഡ് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഫ്ലെയിം ഒട്ടും കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഉൾഭാഗം എപ്പോഴും തണുത്തിരിക്കും, പുറമേ കളറ് കറക്റ്റ് ആകുമ്പോഴേക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അടുത്ത ബാച്ച് അതുപോലെ തന്നെ ചെയ്താൽ നമുക്ക് നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കട്ട്ലറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ നമുക്ക് റമദാൻ ഇഫ്താർ ഐറ്റമായിട്ടോ ചായക്ക് ഒരു കടിയായിട്ടോ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ വിവരം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഷാന സ്പൈസസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.